ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദൻ്റെ തിരിച്ചുവരവും രഹസ്യ നാടകവും ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. നന്ദനെ കണ്ടെത്തുന്നുണ്ട്. നന്ദനെ കാണാതായതിൽ ദേവികയ്ക്ക് യാതൊരു വിഷമവുമില്ലാത്തതിനെ തുടർന്ന് മുരളിയും ഭാർഗവിയും ചേർന്ന് ദേവികയെ ചോദ്യം ചെയ്യുന്നു. തുടർന്ന് ദേവിക മുരളിയെ കൂട്ടി ഒരു രഹസ്യ സ്ഥലത്തേക്ക് പോകുകയും അവിടെ ഒളിവിൽ കഴിയുന്ന നന്ദനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നന്ദനെ കണ്ടതിൽ മുരളിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നു. ഹരിവക്കീലിന്റെ പ്ലാനാണ് അടുത്തതായി കാണിക്കുന്നത്. നന്ദനെ പോലീസിൽ ഹാജരാക്കാതെ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഹരിവക്കീലിന്റെ ബുദ്ധിയിലാണ്. ഋഷി മരിച്ചിട്ടില്ല എന്ന് ഹരിവക്കീലിന് ശക്തമായ സംശയമുണ്ട്. ഈ നാടകത്തിലൂടെ യഥാർത്ഥ ശത്രുക്കളെ കുടുക്കാനും ഋഷി ജീവനോടെയുണ്ടോ എന്ന് തെളിയിക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. ദേവികയും ഹരിവക്കീലും സിദ്ധാർത്ഥനും ചേർന്നാണ് നന്ദനെ സുരക്ഷിതമായി എസ്തപ്പന്റെ കസ്റ്റഡിയിൽ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ഈ വിവരം മുരളി വഴി രജനിയെ വിളിച്ചറിയിക്കുന്നുമുണ്ട്. സത്യാവസ്ഥ പുറത്തുവരുന്നതുവരെ നന്ദൻ അവിടെ തന്നെ തുടരും. ശത്രുക്കളുടെ ഭയവും നീക്കങ്ങളും CPയെ ഭയപ്പെടുത്തുന്നുണ്ട്. ദേവികയുടെ നേരെ ചെന്ന് CPയെ കാണുകയും ഋഷി മരിച്ചിട്ടില്ലെന്നും ഇതിന് പിന്നിലുള്ളവരെ തങ്ങൾ ഉടൻ കണ്ടുപിടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ പരിഭ്രാന്തനായ CP ഉടൻ തന്നെ അരുന്ധതി മേഡത്തെ കണ്ട് കേസ് കൈവിട്ടു പോകുന്ന കാര്യം വിളിച്ചറിയിക്കുന്നു. അരുന്ധതിയുടെയും കൂട്ടുകാരുടെയും പ്ലാനാണ് അടുത്തതായി കാണിക്കുന്നത്. CPയിൽ നിന്നും വിവരമറിഞ്ഞ അരുന്ധതി ഇത് ഋഷിയെയും ഇസബെല്ലയെയും കെവിനെയും അറിയിക്കുന്നു. ശത്രുക്കൾ എന്താണ് അടുത്തതായി പ്ലാൻ ചെയ്യുന്നത് എന്നറിയാൻ ഹരിവക്കീൽ മനഃപൂർവ്വം ദേവികയെ കൊണ്ട് കളിപ്പിച്ച നാടകമായിരുന്നു ഇത്. പിച്ചക്കാരന്റെ രൂപത്തിൽ ചാരനെ ഇറക്കാനാണ് അടുത്തതായി അവർ കാണിക്കുന്നത്. നന്ദൻ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്ന് കണ്ടെത്താൻ ഇസബെല്ലയും കെവിനും ഋഷിയും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഇതിനായി ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഒരു പിച്ചക്കാരന്റെ വേഷത്തിൽ ഒരാളെ അവർ അങ്ങോട്ട് അയക്കുന്നു. ട്വിസ്റ്റിലേക്ക് നീങ്ങുന്ന കഥ ഇസബെല്ലയും കെവിനും കൂടെ നിന്ന് തന്നെ ചതിക്കുകയായിരുന്നു എന്ന സത്യം ദേവികയും ഹരിവക്കീലും നന്ദനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ഇസബെല്ല, ഐസക്, കെവിൻ എന്നിവരെ ഞെട്ടിച്ചുകൊണ്ട് ഋഷി മരിച്ചിട്ടില്ലെന്ന സത്യവും മറ്റ് ചതികളും നന്ദൻ തന്നെ തുറന്നു പറയാൻ പോവുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.